ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ എയർ ഫ്രയർ ഇത്ര ഇഷ്ടമെന്നറിയോ? കാണുന്നില്ലേ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈസിയായി എയർ ഫ്രയറിൽ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടി ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 4-5 കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസിലുള്ള ഓണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ 2 അല്ലി ഗാർലിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കൂന്തലിൻ്റെ തലഭാഗമൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കണം. ഇതൊക്കെ നല്ലോണം വെന്ത് വരുന്നത് വരെ നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇട്ടില്ലായിരുന്നു, ഉപ്പിട്ടില്ലായിരുന്നു. ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂന്തൽ നിറച്ചതിന് ശേഷം ഒരു കോട്ടിങ് ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഇതാ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പോലെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതാ 1/2 കിലോളം കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് ഇതാ ഈർക്കൽ കൊണ്ട് ഇതുപോലെ കുത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിറച്ചും ഇതിലിട്ട് കൊടുക്കരുത്, ഒരു പകുതിയിലും മേലായിട്ടാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഇതാ ഈ കൂന്തൽ നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് എയർ ഫ്രയറിൻ്റെ ട്രേയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് വെക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.